ഹരേ കൃഷ്ണ. നമ്മൾ ഭഗവാന്റെ കൃപ കൊണ്ട് 12 ദശകങ്ങൾ ഭഗവാന് അതിൻ്റെ പദങ്ങളുടെ അർത്ഥം ഒന്ന് ചിന്തിച്ച് ഈ ഒരു ദശകത്തിൻ്റെ അർത്ഥവ്യാപ്തി ഒന്ന് വിചിന്തനം ചെയ്യുവാൻ ഭഗവാന്റെ അതിയായ കാരുണ്യമുണ്ടായി. പറയിപ്പിച്ച എല്ലാ വാക്കുകളും ഭഗവാനെ അവിടുത്തെ പാദാരവിന്ദങ്ങളിൽ പൂജാമലരുകളായി സമർപ്പിച്ചുകൊള്ളട്ടെ. അവിടുന്ന് അത് സ്വീകരിക്കാൻ കരുണയുണ്ടാകണമേ ഈ ഉള്ളവളിൽ. ഹരേ കൃഷ്ണ. ഇവിടെ 12ാമത്തെ ദശകം അതിൻ്റെ വായിക്കുമ്പോൾ ഈ 12ാമത്തെ ദശകം അതിൻ്റെ ഫലപ്രാപ്തി പറയുന്നത് ഇത് സ്ഥാനമാനങ്ങൾക്ക്, ഇപ്പോൾ ജോലിയില്ലാതെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇത് നിത്യേന വായിച്ച് ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ചാൽ അങ്ങനെയുള്ളവർക്ക് ജോലി കിട്ടും. അതേപോലെ തന്നെ പ്രൊമോഷനും മറ്റും അങ്ങനെയുള്ള, അതായത് സ്ഥാനം, ആ ഒരു സ്ഥാനം ലഭിക്കുന്നതിന് പ്രൊമോഷനും ഒക്കെ കിട്ടുന്നതിനും ഇത് നിത്യവും പാരായണം ചെയ്ത് ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ചാൽ അത് അങ്ങനെ ഫലപ്രാപ്തി ഉണ്ടാവുന്നതാണ് എന്ന് ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് അനുഭവമുള്ളതുമാണ്. ഒരുപാട് പേര് ഇതേപോലെ ഈ ഉള്ളവൾ പറഞ്ഞു കൊടുത്ത് ഒരുപാട് പേർക്ക്, ഒരുപാട് അമ്മമാർക്കാണെങ്കിലും മക്കൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെയായിട്ട് ഈ 12ാമത്തെ ദശകം വായിച്ച് ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ചതിന് ശേഷം അവർ നിത്യേന എന്നോണം ഇത് സമർപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ മക്കൾക്ക് ജോലിയായവരുണ്ട്. അതുപോലെ ഭർത്താക്കന്മാർക്കും മക്കൾക്കുമൊക്കെയും പ്രൊമോഷന് വേണ്ടിയിട്ട് ഇത് വായിക്കാറുണ്ട്. ഇതിനൊക്കെ ഇത് നല്ലതാണ്. അതിന് ഫലവും ഗുരുവായൂരപ്പൻ നൽകും എന്നതും തീർച്ചയാണ്. ഇനി നമുക്ക് അത് പാരായണം ചെയ്ത് 12ാമത്തെ ദശകം പാരായണം ചെയ്ത് ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം. ദശകം 12 വരാഹാവതാരം. സ്വയംഭുവോ മനുരഥോ ജനസർഗശീലോ ദൃഷ്ട്വാ മഹീമസമയേ സലിലേ നിമഗ്നാം സ്രഷ്ടാരമാപ ശരണം ഭവദംഘ്രിസേവാ തുഷ്ടാശയം മുനിജനൈ സഹ സത്യലോകേ കഷ്ടം പ്രജാ സൃജതി മയ്യവനിർനിമഗ്ന സ്ഥാനം സരോജഭവ കൽപ്പയ തൽപ്രജാനാം ഇത്യേവമേഷ കഥിതോ മനുനാ സ്വയംഭൂരംഭോരുഹാക്ഷ തവ പാദയുഗം വ്യചിന്തീൽ ഹാ ഹാ വിഭോ ജലമഹം ന്യപിബം പുരസ്താദദ്യാപി മജ്ജതി മഹീ കിമഹം കരോമി ഇത്തം ത്വദംഘ്രിയുഗളം ശരണം യതോസ്യ നാസാപുടാൽ സമഭവ ശിശുകോലരൂപീ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അങ്കുഷ്ഠമാത്രവപുരുത്പതിതഃ പുരസ്താത് ഭൂയോധ കുംഭിസദൃശഃ സമജൃംഭധാസ്ത്വം അഭ്രേതഥാവിധമുദീക്ഷ്യ ഭവന്തമുച്ചൈർവിസ്മേരതാം വിധിരഗാൽ സഹസൂനുഭിः സ്വൈഃ കോസാവചിന്യ മഹിമാ കിടിരുത്ഥിതോ മേ നാസാപുടാൽ കിമു ഭവേദജിതസ്യ മായാ ഇത്തം വിചിന്തയതി ധാതരി ശൈലമാത്രഃ
സദ്യോ ഭവൻ കില ജഗർജിതഘോരഘോരം തം തേ നിനാദമുപകർണ്യ ജനസ്തപസ്ഥാ സത്യസ്ഥിതാശ്ച മുനയോ നുനുവുർഭവന്തം തൽസ്തോത്രഹർഷുലമനഃ പരിണദ്യ ഭൂയസ്തോയാശയം വിപുലമൂർത്തിരവാദരസ്ത്വം ഊർധ്വപ്രസാരി പരിധൂമ്രവിധൂതരോമാ പ്രോക്ഷിപ്തവാലധിരവാങ്മുഖഘോരഘോണ തൂർണപ്രദീർണജലദഃ പരിഘൂർണദക്ഷ്ണ സ്തോത്രൂന്മുനീൻ ശിശിരയന്നവതേരിധത്വം അന്തർജലം തദനു സങ്കുലനക്രചക്രം ഭ്രാമ്യത്തിമിംഗിലകുലം കലുഷോർമിമാലം ആവിശ്യ ഭീഷണരവേണരസാതലസ്ഥാനാകമ്പയൻ വസുമതീമഗവേഷയസ്ത്വം ദൃഷ്ട്വാഥ ദൈത്യഹതകേന രസാതലാന്തെ സംവേശിതാം ജഡിതി കൂടകിടിർവിഭോ ത്വം ആപാദുകാനവിഗണയ്യ സുരാരിഖേടാൻ ദംഷ്ട്രാങ്കുരേണ വസുധാമദധാസലീലം അഭ്യുദ്ധരന്നഥ ധരാം ദശനാഗ്രലഗ്നമുസ്താങ്കുരാങ്കിത ഇവാധികപീവരാത്മാ ഉദ്ധൂതഘോരസലിലാജ്ജലധേരുദഞ്ചൻ ക്രീഡാവരാഹ വപുരീശ്വര പാഹി രോഗാത് ക്രീഡാവരാഹ വപുരീശ്വര പാഹി രോഗാത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ ഭഗവാൻ പറയിപ്പിച്ച ഈ 12 ദശകങ്ങളും ഭഗവാനെ ഇന്നിപ്പോൾ 12ാമത്തെ ദശകവും അവിടുത്തെ ആ തൃച്ചേവടികളിൽ സമർപ്പിക്കുകയാണ്. ഭഗവാനെ അവിടുന്ന് കൈക്കൊള്ളണമേ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പൊറുക്കണമേ ഭഗവാനെ. ഈ 12ാമത്തെ ദശകത്തിൽ ഭഗവാന്റെ ഈ വരാഹാവതാരത്തിലൂടെ ഭഗവാൻ സ്ഥാനം നഷ്ടപ്പെട്ട് പാതാളത്തിൽ പോയി ഒളിച്ചിരിക്കപ്പെടേണ്ടി വന്ന ഭൂമിദേവിക്ക് സ്ഥാനം കൊടുത്തതുപോലെ, ഭൂമിദേവിയെ ഉയർത്തിക്കൊണ്ടുവന്ന് അതിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചതുപോലെ ഭഗവാൻ നമ്മളെ ഓരോരുത്തരെയും സച്ചിന്തകളിലൂടെ, സത്സംഗങ്ങളിലൂടെ, സദ്ധർമ്മങ്ങളിലൂടെ ഉയർത്തി അതാത് സ്ഥാനങ്ങളിൽ, വേണ്ട സ്ഥാനങ്ങളിലൊക്കെ ഭഗവാൻ പ്രതിഷ്ഠിക്കട്ടെ, എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവവും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.